അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ഇത് രണ്ടിൻ്റെയും കൂടെ വന്നുകൊണ്ട് ഒരു ഒരു ഹൃദയസ്പർശിയായ ഒരു നാട്യപുരത്തിൻ്റെ വേങ്ങനകളും സ്വപ്നങ്ങളും വിങ്ങലുകളും എല്ലാം കോർത്തിണക്കിയ ഒരു സിനിമ. അതായത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഹരിയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ എങ്ങനെ നയിക്കാം, മുന്നോട്ടെത്തിക്കാം എന്നൊക്കെ ഈ സിനിമയുടെ സ്റ്റോറി, സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കുടുംബങ്ങളാണ്. ഇതിലെ സ്റ്റാർ കാസ്റ്റ് എന്നുണ്ടെങ്കിൽ പോലും ഓരോ നടന്മാരും അവരുടെ വേഷം ഭംഗിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് ഈ സിനിമയിലൂടെ കഴിഞ്ഞു. അതിന് സഹായിച്ച സംവിധായകനോട് പ്രത്യേകം നന്ദി പറയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ PR എന്ന് പറയുന്ന ഷെജിൻ ഒരുപാട് ചിത്രങ്ങളുടെ PR ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ചെയ്യുന്ന അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് മുതൽ അവസാന റിലീസിങ്ങിന് വരെ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കാനായിട്ട് ഷൈനിൻ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തിയെ നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. ബിഗ് സല്യൂട്ട്. നടന്ന സംഭവങ്ങളാണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്, നല്ല എൻ്റർടൈനറാണ്. ഓൾറെഡി കുറച്ചൊരു എഡിറ്റ് ചെയ്യാനും അവരുടെ വ്യത്യസ്തമായ മാക്സിമം ചെയ്തിട്ടുണ്ട്. മെയിൻ നായകനായാലും ഉണ്ണിയേട്ടനാണെങ്കിലും എല്ലാം നല്ല കൈലാസാണെങ്കിലും നല്ല മെസ്സേജ് ഉണ്ട്. കാൽസി വിത്ത് ഫിലിമാണ്. സെൻസോർ ഓപ്പറേഷൻ നടക്കുകയാണ്. ഡ്രഗിൻ്റെയും ക്രിക്കറ്റ് ഫുട്ബോൾ അടക്കുക, സ്പോർട്സിലൂടെ ഡ്രഗ്സ് ഓപ്പൺ ചെയ്യുന്ന ഫിലിമാണ്. അതിപ്പോൾ ജെയിംസ് പിള്ളേർക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ്. നല്ല ഫിലിമാണ്. ഓക്കെ, നല്ല സിനിമയാണ്. വളരെ നല്ല സന്ദേശം കൊടുക്കുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫിനേക്കാൾ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും ഇമോഷണലും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് സെക്കൻഡ് ഹാഫ് ഗംഭീരമായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു മോട്ടിവേഷണൽ സബ്ജക്റ്റ് ഉണ്ട്. മെയിൻ കാസ്റ്റായ അഖിൽ പ്രഭാകറിൻ്റെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്. ഡയറക്ടറും ക്യാമറമാനും എല്ലാം ഗംഭീരമായി ചെയ്യുന്നു. വിഭാഗങ്ങളും കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഫുട്ബോൾ കളി പ്രേമികൾക്ക് വേണ്ടി സമർപ്പിച്ച സിനിമയാണ്. ജുനൈസ് എന്ന സംവിധായകൻ ആദ്യ സിനിമയാണ്, പക്ഷേ ഗംഭീരമായിട്ടുണ്ട്. നല്ല അടിപൊളി പെർഫോമൻസ്, അതിൻ്റെ കൈലാഷേട്ടൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാം കൊണ്ട് ഒരു സിനിമ. മയക്ക് വരുന്ന കഞ്ചാവ് ഇതിനെതിരെയുള്ളൊരു, കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ, അത് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ളൊരു സിനിമയാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നവർ നശിച്ചു പോകുന്ന ഒരു പ്രമേയം. നല്ല സിനിമ, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ഗംഭീരം. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നല്ലൊരു രസമുള്ള സിനിമയാണ്. ഇമോഷണൽ ഫാമിലി കൈലാഷേട്ടൻ്റെ ജുനൈസേട്ടൻ്റെ ഡയറക്ഷൻ എന്തായാലും സെന്റിമെന്റ്സോടെ കേട്ടിരുന്നു തോന്നുന്നു. വേറെ കരഞ്ഞു പോയല്ലോ അല്ലേ? ശരിക്കും കണ്ണീര് അതിനെയല്ല കരഞ്ഞു. ചെറിയ റോളിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പറായിട്ട് കുടുംബസമേതം തിയേറ്ററിന് പോയി കാണാൻ പറ്റാവുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടി നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇമോഷണലൊക്കെ എല്ലാം നന്നായി. വീട്ടിലൊരു സിനിമ ഉണ്ടാവും. കാരണം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ മാത്രമല്ല ഈ സിനിമ കാണേണ്ടത്, ഫാമിലി ആയിട്ട് വന്ന് കാണണം. വീട്ടിലെ ഇമോഷണൽ കരഞ്ഞു പോയി ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ കാണണം, വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ജൂലൈ 4-ാം തീയതി ആണല്ലേ. നല്ല പടം, നല്ല മെസ്സേജ്, നല്ല ക്ലൈമാക്സ്. നല്ലൊരു ചിത്രം, ചെറിയ പടം എന്നുള്ള രീതിയിലല്ല ഇത് കാണേണ്ടത്. സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. ഫുട്ബോളിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക്, നമ്മുടെ യുവതലമുറയ്ക്ക് മയക്കുമരുന്നും അതുപോലെ മദ്യത്തിനും എതിരെ അവരൊരു കളിസ്ഥലങ്ങളിൽ അവരുടെ യുവത്വം ചെലവഴിക്കട്ടെ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ ആശയം തന്നെ നല്ലതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഒരു ഗ്രൗണ്ടിനായി ചിലവഴിക്കുമെന്ന് കാണിച്ചത് അത് യുവതലമുറയ്ക്ക് അതൊരു പ്രചോദനം തന്നെ. ഇന്ന് ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്, പക്ഷേ ആ ഗ്രൗണ്ടുകളൊക്കെ ചുറ്റും വേലി കെട്ടി അത് ഏതെങ്കിലും ടൂർണമെൻറ്റിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികൾ അത് മതിൽക്കെട്ടുകളില്ലാതെ അവരുടെ വൈകുന്നേരങ്ങൾ അങ്ങനെ ചിലവഴിക്കാൻ വേണ്ടി അത് പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി സിനിമയാണ്, പിന്നെ നല്ലൊരു ടീമാണ്. പഴയകാല സുഹൃത്തും അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേരുടെ ഒരു വഴിവിട്ട പോക്കും എല്ലാം കൂടി കൊണ്ട് നല്ലൊരു സിനിമയാണ് ഇത്. ഈ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു, ഈ അടുത്ത കാലത്ത് കണ്ടു വെച്ച നല്ലൊരു സിനിമ. ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള നമ്മുടെ യുവാക്കൾ കാണണം. ഇത് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മളെ ഭാവി തലമുറ ഇതിൽ കണ്ടു പഠിക്കേണ്ടതാണ്. ഏറ്റവും നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ടത്. നമുക്കൊരു ലോകകപ്പ് കണ്ട ഫീലും കൂടെ അതുകൊണ്ട് കാണുന്നുണ്ട്. ഇതിൽ പ്രത്യേകം എല്ലാവരും അവരുടെ ഭാഗം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്.
പുതുമുഖ സംവിധായകനാണെന്നുള്ള യാതൊരു ഇതിൽ കാണുന്നില്ല. ഏറ്റവും നല്ല മൂവിയാണ്. മനസ്സ് നിറഞ്ഞ് സന്തോഷം എല്ലാവരും. നല്ലൊരു മെസ്സേജ്, അത് നല്ലൊരു റിയൽ സ്റ്റോറിയുടെ ഭാഗമായി എന്ത് തോന്നുന്നു? നല്ലൊരു സിനിമയാണ്. ഞാൻ ഫസ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട്. ഫുട്ബോളും അതുപോലെ തന്നെ ഒരുപാട് ഇമോഷൻസ് ഒക്കെ കണക്ട് ആവുന്ന നല്ലൊരു സിനിമയാണ്. ജൂലൈ 3 റിലീസാണ്. ബാക്കി എല്ലാവരും കണ്ടിട്ട് പറയാം. പലരും ഇമോഷണൽ ആയി കണ്ടു. നിങ്ങൾ എല്ലാവരും കണ്ടു. താങ്ക് യു. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പറയേണ്ടതൊക്കെ മറ്റവരാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞ അതേപോലെ നമുക്ക് എന്താ ഒരു നല്ലൊരു പടത്തിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. അവസാനം നമ്മളെ ജുനൈസ് കാപ്പ് നമ്മളൊന്ന് കരയിപ്പിച്ചു. അത് നല്ല വർക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. അടിപൊളിയായിട്ടുണ്ട്. ശിക്കൊന്ന് പറഞ്ഞത് എല്ലാരെയും ചിരിപ്പിച്ച് ലാസ്റ്റ് കരയിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് ഡെയിലി ഞങ്ങളുടെ വീഡിയോസിൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു തോന്നുന്നു. ഒരു ക്യാരക്ടർ തരുമ്പോൾ അത് ഭംഗിയാക്കാൻ കടമാണല്ലോ. ഞങ്ങളെ ഫസ്റ്റ് വെച്ചടിക്കാത്തല്ലേ. തീർച്ചയായിട്ടും ഫസ്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പടം നല്ലൊരു ഭാഗമാകാൻ കഴിഞ്ഞു അല്ലേ. നല്ല സന്തോഷം. ഒരുപാട് സന്തോഷം. ഇപ്പോൾ പ്രേക്ഷകരോട് പറയുള്ളത് ജൂലൈ 3 റിലീസാണ് പടം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും.